നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇളനീരിടാനും മാമ്പഴം പറിക്കാനും ആര് സമ്മതിച്ചെന്നാ പറഞ്ഞേ? ഇവളുടെ മാമൻ. മീരോടല്ല ഞാൻ ചോദിച്ചത്, ഇവരോടാ. പറയടി, ആര് സമ്മതിച്ചു എന്നാ നീ പറഞ്ഞേ? വേദനിക്കുന്നു, എനിക്ക് വേദന എടുക്കുന്നു. ഈ തെങ്ങും തോപ്പ് ആരുടെയാ? ഗോവിന്ദ മുതലാളിയുടെ. നിങ്ങൾ ഈ മാമ്പഴം പറിച്ച മാവാരുടെയാ? ഗോവിന്ദ മുതലാളിയുടെ. ഗോവിന്ദ മുതലാളി നിന്റെ മാമനാണോ? അല്ല, വിട പാറു, എനിക്ക് വേദനിക്കുന്നു. പറ, ഗോവിന്ദ മുതലാളി നിന്റെ മാമനാണോന്ന്? അല്ല, പാറു, വേദനിക്കുന്നു. ഈ 3 തിരുമാലികളും നിങ്ങളോട് കള്ളം പറഞ്ഞതാ. ഇത് ഗോവിന്ദ മുതലാളിയുടെ പറമ്പ. അയാൾ അറിയാതെ ഇവര് കട്ടെടുത്തത് ഇതെല്ലാം. കട്ടെടുത്തത്? അതെ, കട്ടെടുത്തത്. മുക്തയെ വീട്ടിലാക്കി ഞാൻ വന്ന് നോക്കുമ്പോ നിങ്ങളെ കാണാനില്ല. നിങ്ങളോട് ഇവിടെ നിക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മുക്തയും കൂട്ടി വീട്ടിൽ പോയത്. എന്തോ ഒരു സ്പെഷ്യൽ സാധനം തരാന്ന് പറഞ്ഞ ഇവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞത്. ഞാനില്ലാത്തപ്പോ ഈ തല്ലുകൊളികള് എന്തെങ്കിലും ഒപ്പിച്ചു വെക്കുന്ന അറിയാവുന്നതുകൊണ്ടാ നിങ്ങളോട് അവിടെ തന്നെ നിക്കാൻ ഞാൻ പറഞ്ഞത്. ഗോവിന്ദ മുതലാളിയും ഭാര്യയും തോപ്പ് പരിശോധിക്കാൻ വരുന്ന സമയമായത്. അവരിത് കണ്ട തോപ്പിൽ കയറിയതിന് കാല് തല്ലി ഓടിക്കാൻ പോലും മടിയില്ലാത്ത ആളാ ഗോവിന്ദ മുതലാളി. അയ്യോ, ഗോവിന്ദ മുതലാളി! ആരടാ എന്റെ തോപ്പി കയറിയേ? പാറു, ഓടിക്കോ. ആരടാ ഓടുന്നത്? എല്ലാരും ഓടിക്കോ. നിക്കണ അവിടെ. എന്നേലും എന്റെ കൈ കിട്ടൂടാ നിന്നെയൊക്കെ. മതി മതി. എന്റെ കൂട്ടുകാരെ ശരിയായ കള്ളന്മാരാ. ഞങ്ങൾക്ക് ഒരു സംശയവും തോന്നിയില്ല. എനിക്കിതൊക്കെ ആദ്യത്തെ അനുഭവ. സത്യം പറഞ്ഞ ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാ. എന്താ എന്തുപറ്റി? ഒന്നുമില്ല സർ, പെട്ടെന്ന് തലകറക്കം. ഇപ്പൊ ഇല്ല, മാറി. ഈ തലകറക്കം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. ഫുൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. നീ സമ്മതിച്ചില്ലല്ലോ. ശരി, അതൊക്കെ പോട്ടെ. ഇവിടെ അടുത്ത് എവിടെയാ ഹോസ്പിറ്റലുള്ളത്? പ്രിയ, പാർവതിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോ. വാ. വേണ്ട സർ, ഹോസ്പിറ്റലൊന്നും പോകണ്ട. വണ്ടിയിലായതുകൊണ്ട് രാത്രി ശരിക്കും ഉറങ്ങിയില്ലല്ലോ. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ടാ. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അന്ന് നീ ഇങ്ങനെ തന്നെയാ പറഞ്ഞത്, ഒരു കുഴപ്പമില്ലാന്ന്. കൈലാഷ് സാറ് പറയുന്ന അനുസരിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. അതിന് ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് വേണ്ടേ? ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോവാം. ഇനി നീ എവിടെയും കറങ്ങണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. വാ. ഇതാ വീട്. കൈലാഷ് സാറിനെ എല്ലാവരെയും ഉത്സവത്തിന് ക്ഷണിക്കുമ്പോ എവിടെ താമസിപ്പിക്കുമെന്ന ഞങ്ങൾ ആദ്യം ആലോചിച്ചത്. ഒഴിഞ്ഞു കിടക്കുന്ന വീട് കുറച്ചു ദിവസത്തേക്ക് വാടകയ്ക്ക് തരുമെന്ന് ചോദിച്ചപ്പോ സരോജിനി ചേച്ചി എതിർപ്പൊന്നും പറഞ്ഞില്ല. മാഡത്തിന് ഇഷ്ടമുള്ള റൂം എടുത്തോളൂ. അവരെല്ലാം പുറത്തു പോകുമ്പം മാഡം എന്താ അവരോടൊപ്പം പുറത്തു പോഞ്ഞ്? ഈ നാട്ടിൽ കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവരെല്ലാവരും ചെറുപ്പക്കാര്, കുട്ടികളല്ലേ. എന്നെ പോലെ ഒരാൾ കൂടെയുള്ളത് അവർക്കത് അലോസരായാലോ. അതുകൊണ്ടാ ഞാൻ കൂടെ പോവാത്തത്. വെയില് താഴട്ടെ, മാഡത്തിന് എല്ലാ സ്ഥലവും ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. ജനക, തിരുവേനിയോ?